ഹലോ ഹലോ മോൻ ഇത് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നായരങ്കിൾ, ഓർമ്മയില്ലേ? നായരങ്കിൾ എടാ അച്ഛൻ്റെ പഴയ സ്കൂൾ ഫ്രണ്ട്. ഞാൻ പറയുന്നത് കേട്ടെ, അച്ഛന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ എനിക്ക് അയക്കാൻ പറ്റുന്നില്ല. പകരം ഞാൻ നിനക്ക് അയക്കട്ടെ? ഓ നായരങ്കിൾ, ആ പറ. പെർഫെക്റ്റ്. ഞാനിപ്പോൾ നിനക്കൊരു QR കോഡ് അയക്കാം. നീ ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപ അയച്ചു അതിനകത്തോട്ട്. മോനെ, റാൻഡം ആയിട്ടുള്ള QR കോഡ്സിലൊന്നും പോയി ചുമ്മാ പൈസ അയക്കരുത്. അവർ നിങ്ങളുടെ പൈസ തട്ടിയെടുക്കും. ഷൂർ അങ്കിൾ. അങ്കിൾ ഒരു കാര്യം മാത്രം പറയുമോ, നമ്മൾ അച്ഛൻ്റെ 50th ബർത്ത്ഡേ എവിടെ വെച്ച് ആഘോഷിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഷിംല, ഗോവ? അല്ലല്ലോ, നമ്മളെല്ലാവരും ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് വീട്ടിലിരുന്നല്ലേ ആഘോഷിച്ചേ, മറന്നുപോയോ? പോലീസ് ഇതേ ഇപ്പം എത്തും. അവർ വരുമ്പോൾ എൻ്റെ വക ഒരു ഹായ് കൊടുക്കാൻ മറക്കണ്ട, ഓക്കെ? കണ്ടോ, സ്കാമേഴ്സൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആകാൻ തുടങ്ങി. ബട്ട് അവയർനെസ് ഇസ് ദ കീ. ഇങ്ങനത്തെ സ്കാംസിനെയാണ് ക്വിഷിങ് അഥവാ QR ഫിഷിംഗ് എന്ന് പറയുന്നത്. സ്കാമേഴ്സ് അയക്കുന്ന ഈ QR കോഡ്സിൽ വരുന്ന മാൽവെയർസ് നിങ്ങളുടെ ഡേറ്റ സ്റ്റീൽ ചെയ്യാനും ഇൻ മെനി കേസസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ കാലിയാക്കാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനായ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, OTP, പിന്ന് ഇതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി ആരുടെയാണെന്നറിയാത്ത QR കോഡൊന്നും പോയി സ്കാൻ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1930 വിളിക്കോ www.cybercrime.gov.in റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കണ്ട. സ്റ്റേ സേഫ്, സ്റ്റേ ഇൻഫോംഡ്.